Extension of Mendel's principles, interaction of genes, allelic interactions. ജെനറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ഗ്രിഗർ മെൻഡലിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ആദ്യമായിട്ട് വളരെ കോൺക്രീറ്റ് ആയിട്ട് ഇൻഹെറിറ്റൻസ് മെക്കാനിസത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഗ്രിഗർ മെൻഡൽ. എന്നിരുന്നാലും മെൻഡലിൻ്റെ ഫൈൻഡിങ്സ്, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാ തരത്തിലുള്ള ജനറ്റിക് മെക്കാനിസംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് എല്ലാം മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് അല്ല ഫോളോ ചെയ്യുന്നത്. അത് ഏതൊക്കെ ഇൻസ്റ്റൻസ് ആണ് എന്നുള്ളതാണ് എക്സ്റ്റൻഷൻസ് ഓഫ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന കോണ്ടസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെൻഡൽ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പിസം സാറ്റേവത്തിലുള്ള ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ട് പലതരത്തിലുള്ള ലോസ് കൊണ്ടുവന്നു. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ്. ഈ പിസം സാറ്റൈവം എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്ലാന്റ് ചൂസ് ചെയ്യാൻ തന്നെ പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ടെസ്റ്റ് ഓർഗാനിസം ആയിരുന്നു പിസം സാറ്റൈവം. പിന്നീട് അദ്ദേഹം ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിൽ അതെല്ലാം അദ്ദേഹം ഡിസ്കവർ ചെയ്തത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള അപ്രോച്ച് വഴിയാണ്. വളരെ ലോജിക്കലായിട്ടുള്ള പുന്നെറ്റ് സ്ക്വയർ കൺസ്ട്രക്ഷൻ, ദെൻ റേഷ്യോസ് ഒക്കെ ഉണ്ടാക്കുക, ഇതൊക്കെ വഴിയാണ് അദ്ദേഹം കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേർന്നത്. ബയോളജിക്കൽ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് ആ കാലയളവിൽ കൊണ്ടുവന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഗ്രിഗർ മെൻഡൽ. ഇപ്പോഴത്തെ മോഡേൺ ജെനറ്റിക്സ് ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ഗ്രിഗർ മെൻഡൽ കൊടുത്ത ആ ഫൗണ്ടേഷനാണ്. മെൻഡലിൻ്റെ മേജറായിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻഡലിസം says that each character is controlled by a single factor or determiner. അപ്പോൾ അന്നത്തെ കാലത്ത് മൈക്രോസ്കോപ്പി ഒന്നും അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. ജീൻസ്, അതുപോലെ തന്നെ ക്രോമസോംസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അൾട്രാ സ്ട്രക്ചർ ഒന്നും എലൂസിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മെൻഡൽ ജീവിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിന് ഡിറ്റർമിനർ എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട്. ഈ ഡിറ്റർമിനേഴ്സ് ആണ് ആക്ച്വലി ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് ഉണ്ടായിരിക്കും. ഇൻ അതർ വേർഡ്സ്, ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് എ സിംഗിൾ ഫിനോട്ടിപ്പിക് ട്രേറ്റ് ഓഫ് ആൻ ഓർഗാനിസം, 2 അലീൽസ് ഓഫ് എ സിംഗിൾ ജീൻ ഇൻട്രാക്ട് ഇൻ വേരിയസ് വേസ്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ഫോംസിലാണ്, അതായത് അലീൽസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജീനിൻ്റെ തന്നെ 2 അലീൽസ്, ഡോമിനൻ്റ് അലീലും റെസസീവ് അലീലും, അത് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ പർട്ടിക്കുലർ ക്യാരക്ടർ കൺട്രോൾഡ് ആകും, ഒരു ഫീനോറ്റിപ്പിക് ട്രെയ്റ്റ് കൺട്രോൾഡ് ആകും. ഇപ്പോൾ സപ്പോസ് ഒരു ഓർഗാനിസത്തിനകത്ത് 10 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യാറില്ല, ആയിരക്കണക്കിന് മില്യൺസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാനൊരു എക്സാമ്പിളായിട്ട് അങ്ങ് പറയുകയാണ്, 10 ക്യാരക്ടേഴ്സ് ഒരു ഓർഗാനിസത്തിലുണ്ടെന്ന് വിചാരിക്കുക. മെൻഡൽ പറയുന്ന രീതിയിൽ ആ 10 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 10 സെപ്പറേറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് ഉണ്ട്. 1 ജീൻ 1 ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മെൻഡൽ പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ ആ ജീൻ എന്ന് പറയുന്ന ആ ടേമും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസെപ്റ്റും ഒക്കെ പിന്നീട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിൽ പറഞ്ഞത് ഫാക്ടർ അല്ലെങ്കിൽ ഡിറ്റർമിനർ എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ നമ്മൾ ഒരു ജീന് ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീനെ നമുക്കെടുക്കാം. പ്ലാന്റിൽ ഹൈറ്റ് ജീൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ജീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജീനിന് 2 വകഭേദങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ 2 ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് ഉള്ളത്. ക്യാപിറ്റൽ T, which determines the dominant condition, that is tallness. Then small t,
it specifies the recessive condition, that is dwarfness. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഹൈറ്റ് ജീൻ്റെ അല്ലീൽ ഇറ്റ് ഈസ് ഡോമിനൻറ്റ് ഓവർ ദ സ്മോൾ ടി അല്ലീൽ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സ്മോൾ ടി ഈസ് റെസസീവ് ടു ക്യാപിറ്റൽ ടി. അപ്പോൾ കോമ്പിനേഷനിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴേക്കിന് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഹെറ്ററോസൈഗസ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ആ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോൾ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ടോൾനെസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ജീനോടൈപ്സ് ആണ് പോസിബിൾ. ക്യാപിറ്റൽ ടി, ദെൻ ദാറ്റ് ഈസ് ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ, ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദാറ്റ് ഈസ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ഇനി റെസസീവ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ജീനോടൈപ്പ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ, സ്മോൾ ടി. അപ്പോൾ മെൻഡൽ പറഞ്ഞ ആ കൺസെപ്റ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങളിവിടെ കണ്ടത്. വൺ ജീൻ ഡിറ്റർമൈൻസ് വൺ ഫിനോട്ടിപ്പിക് ട്രേറ്റ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനോട്ടിപ്പിക് ട്രേറ്റ് ആണ്. അതിനെ ഒരു ജീനിൻ്റെ രണ്ട് അലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കൺട്രോൾഡ് ആകുന്നു. അതായത് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടിയും റെസസീവ് ആയിട്ടുള്ള സ്മോൾ ടിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഹൈറ്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫിനോട്ടിപ്പിക് ട്രേറ്റ് കൺട്രോൾഡ് ആകുന്നത്. മെൻഡലിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡിലമ എന്ന് പറയുന്നത്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര റെക്കഗ്നീഷനൊന്നും കിട്ടിയില്ല. അതായത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏർലി 1900 മൂന്ന് സയൻറ്റിസ്റ്റുകൾ, കാൾ കൊറൻസ്, വോൺ ഷെർമാർക്ക്, ഹ്യൂഗോ ഡെയ്വ്രിസ്, ഇവർ ഇൻഡിവിജ്വലായിട്ട് മെൻഡൽ ചെയ്ത പോലെയുള്ള ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് വർക്കുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻഡൽ പബ്ലിഷ് ചെയ്ത വർക്കുകൾ കൂടുതൽ സമയമെടുത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യം, അവരുടെ ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സിൽ ചില എക്സ്പെരിമെൻറ്റ്സിലൊക്കെ മെൻഡൽ പറഞ്ഞ രീതിയിൽ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ചില എക്സ്പെരിമെൻറ്റ്സിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത് മെൻഡൽ പറഞ്ഞ ലോസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു. അതായത് മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ 3:1 ആണ്. 3 ഡോമിനൻ്റ് ഈസ് ടു 1 റെസസീവ്. ദെൻ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1. ഇതിൽ നിന്നെല്ലാം ഡീവിയേഷൻ അവർക്ക് പലതരത്തിലുള്ള ക്രോസസ് പല ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ, ടെസ്റ്റ് ഓർഗാനിസത്തെ മാറ്റി ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് അവർ കൺക്ലൂഡ് ചെയ്തതാണ് മെൻഡേലിയൻ ലോസ് കനോട്ട് ബി യൂണിവേഴ്സലി അപ്ലൈഡ്. ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് ആപ്റ്റല്ല, ആക്യുറേറ്റ് അല്ല എന്നൊന്നും. അതല്ല പറയുന്നത്. എല്ലാ തരത്തിലുള്ള ഇൻഹെറിറ്റൻസിൻ്റെ പാറ്റേണും എക്സ്പ്ലെയിൻ ചെയ്യാൻ മെൻഡൽ പ്രപ്പോസ് ചെയ്ത ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റും ഉപയോഗിച്ച് സാധിക്കത്തില്ല. അതായത് അതിൻ്റെ ബിയോണ്ട് എന്തൊക്കെയോ മെക്കാനിസംസ് പലതരത്തിലുള്ള ഇൻഹെറിറ്റൻസ് പാറ്റേൺസിൽ കാണുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ കൺക്ലൂഷൻ വന്നത്, മെൻഡേലിയൻ ലോസ് കനോട്ട് ബി യൂണിവേഴ്സലി അപ്ലൈഡ്. ഇപ്പോൾ മെൻഡൽ പറഞ്ഞ രീതിയിലുള്ള പലതരത്തിലുള്ള ട്രെയ്റ്റ്സ് ഉണ്ട്. ആ ട്രെയ്റ്റ്സിനെ മോഡേൺ സയൻസ് കൺസിഡർ ചെയ്യുന്നത്, മോഡേൺ ജെനറ്റിക്സ് കൺസിഡർ ചെയ്യുന്നത് മെൻഡേലിയൻ ട്രെയ്റ്റ്സ് എന്നാണ്. മനുഷ്യനിൽ അതുപോലെ നൂറുകണക്കിന് ട്രെയ്റ്റ്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. മെൻഡൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഫൈൻഡിങ്സിനെ ബേസ്ഡ് ഓൺ ദെയർ ഡിസ്കവറീസ്, ദ ജനറൽ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ക്യാൻ ബി സംഡ് അപ്പ് ആസ് ഫോളോസ്. അപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ പാറ്റേണിനെ നമുക്ക് പുതുതായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്ത് ഇങ്ങനെ സമ്മപ്പ് ചെയ്യാം. ആദ്യത്തേത് മെൻഡൽ പറഞ്ഞ അതേ ഇൻഹെറിറ്റൻസ് പാറ്റേൺ തന്നെയാണ്, 1 ജീൻ 1 ക്യാരക്ടർ. ഒരു ട്രേറ്റിനെ ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നു. ഇനി അടുത്തതാണ് 2 ജീൻ 1 ക്യാരക്ടർ. 2 ജീൻസിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ഒരു ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ
2 ജീൻസ് കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ അലീൽസ് കൺട്രോൾ ചെയ്യുന്നു. ദെൻ 3 or more ജീൻസ് 1 ക്യാരക്ടർ, 3 അതിൽ കൂടുതലോ ജീൻസിൻ്റെ ഇൻട്രാക്ഷൻ, അവയുടെ അലീൽസിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ഒരു സിംഗിൾ ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, കൺട്രോൾഡ് ആവുന്നു. ഇനി അടുത്താണ് മൾട്ടിപ്പിൾ എഫക്ട്സ് ഓഫ് എ ജീൻ. ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ഒരു ജീനിന് തന്നെ പല ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് മൾട്ടിപ്പിൾ എഫക്റ്റ് ഓഫ് എ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ ജെനറ്റിക്സ് മെൻ്റലിൻ്റെ കൺസെപ്റ്റിനെയും അഡീഷണൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് പാറ്റേൺസിനെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ആ മെക്കാനിസം ഓർ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന രീതികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 ജീൻ 1 ക്യാരക്ടർ, 2 ജീൻ 1 ക്യാരക്ടർ, 3 or more ജീൻസ് 1 ക്യാരക്ടർ, ദെൻ മൾട്ടിപ്പിൾ എഫക്റ്റ് ഓഫ് ജീൻസ്. ഇതേപോലെ തന്നെ ഏർലി 1900 ആ ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തി ജനറ്റിക് മെക്കാനിസംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച 2 ഫേമസ് ആയിട്ടുള്ള ബയോളജിസ്റ്റുകളാണ്, ജനറ്റിസിസ്റ്റുകളാണ് പുന്നറ്റും ബേറ്റ്സണും, ബേറ്റ്സൺ ആൻഡ് പുന്നറ്റ്. അപ്പോൾ ഇവരുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ട്. ആ ഫൈൻഡിങ്ങിന് പറയുന്ന പേരാണ് ഫാക്ടർ ഹൈപ്പോത്തസിസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ക്യാരക്ടേഴ്സ് need not necessarily be due to a single factor or gene, but may be due to the action of several factors of genes. അപ്പോൾ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ജീനിൻ്റെ ആക്ഷൻ കൊണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ചില ഇൻസ്റ്റൻസിൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സിംഗിൾ ജീൻ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചില ഇൻസ്റ്റൻസസ് ഉണ്ട് അവിടെ പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻസിൻ്റെ ആക്ഷൻ വഴി ഒരു സിംഗിൾ ക്യാരക്ടർ കൺട്രോൾഡ് ആകും. എ സിംഗിൾ പെയർ ഓഫ് ജീൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് മോർ ദാൻ 1 ക്യാരക്ടർ. അപ്പോൾ അത് ഇതിൻ്റെ വേറൊരു ഓൾട്ടർനേറ്റ് ഫോമാണ്. അതായത് ഒരു ക്യാരക്ടറിനെ പല ജീൻസ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ പല ക്യാരക്ടേഴ്സിനെ ഒരു ജീനിന് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഇൻഹെറിറ്റൻസിൻ്റെ പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജീൻ ഇൻറ്ററാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പല ജീൻസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ക്യാരക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു. അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ പല ജീൻസ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജീനിന് തന്നെ പല ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇതിനെയൊക്കെയാണ് ജീൻ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ഇൻട്രാക്ഷൻ ഓഫ് ജീൻസ്, നോവൽ ഫിനോടൈപ്സ് വിച്ച് ഡു നോട്ട് എക്സിബിറ്റ് ഡോമിനന്റ് റെസസീവ് റിലേഷൻഷിപ്പ് ഒബ്സർവ്ഡ് ഇൻ മെൻഡൽസ് എക്സ്പെരിമെന്റ് ആർ ഫൗണ്ട്. അപ്പോൾ ബേറ്റ്സൺ ആൻഡ് പുന്നറ്റ്, അതുപോലെ തന്നെ കൊറൻസ്, ഷെർമാർക്ക്, ഡീവ്രിസ്, ഇവർക്കെല്ലാം മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിൽ നിന്നുള്ള ഡീവിയേഷൻ അവരുടെ വർക്കിൽ കിട്ടാനുള്ള കാരണം ഈ ഇൻട്രാക്ഷൻ ഓഫ് ജീൻസ് ആണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ജീൻസ് പരസ്പരം അവരുടെ അലീൽസ് ഉപയോഗിച്ചിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് പുതിയ തരത്തിലുള്ള ഫിനോടൈപ്സ് ഉണ്ടാകുന്നു. ഈ ഫിനോടൈപ്സ് മെൻഡൽ പറയുന്ന രീതിയിലുള്ള ഡോമിനന്റ് റെസസീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന തരത്തിലുള്ള ഫിനോടൈപ്സ് അല്ല. ഇതിനെയാണ് ജീൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ജീൻ ഇൻട്രാക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: അലീലിക് ഇൻട്രാക്ഷൻസ് ആൻഡ് നോൺ അലീലിക് ഇൻട്രാക്ഷൻസ്. ഈ സെഷൻ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അലീലിക് ഇൻട്രാക്ഷൻസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ്. അലീലിക് ഇൻട്രാക്ഷൻ മീൻസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെയുള്ള കംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് ഒരു ജീനിൻ്റെ തന്നെ 2 അലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കൺട്രോൾഡ് ആകുന്നു. ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 അലീൽസ് ഓഫ് എ സിംഗിൾ ജീൻ ഈസ് നോൺ ആസ് അലീലിക് ഇൻട്രാക്ഷൻ. അതുവഴി ഒരു ഫിനോട്ടിപ്പിക് ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രേറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെങ്കിൽ അത് അലീലിക് ഇൻട്രാക്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ഡോമിനൻസ് ഒക്കെ. ഇനി അടുത്താണ് നോൺ അലീലിക് ഇൻട്രാക്ഷൻസ്. സംടൈംസ് gene interaction may occur between alleles of different genes located in the same chromosome or different chromosome to express a single character. അതായത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല ജീൻസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു. അതായത് സെയിം ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാകാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ക്രോമസോമുകളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ജീൻസ് ആകാം. അപ്പോൾ ആ ജീൻസിൻ്റെ അലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു പർട്ടിക്കുലർ ട്രേറ്റ്
ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു. ഇതിനെയാണ് നോൺ അലീലിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് അലീലിക് ഇൻട്രാക്ഷൻസ് ആണ്. ഈ സെഷനിൽ അലീലിക് ഇൻട്രാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം അടുത്തൊരു സെഷനിൽ നോൺ അലീലിക് ഇൻട്രാക്ഷൻസ് കൊണ്ടുവരും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് മാറും. ഇപ്പോൾ അലീലിക് ഇൻട്രാക്ഷൻസിൻ്റെ എക്സാമ്പിളാണ് കംപ്ലീറ്റ് ഡോമിനൻസ്, ടോൾ ഇൻറ്റു ഡ്വാർഫ്, പ്യുവർ ലൈൻ ടോള്, ഹോമോസൈഗസ് ടോള്, ഹോമോസൈഗസ് ഡാർഫ് ക്രോസ് ചെയ്യുമ്പോൾ F1 ജനറേഷനിൽ ടോള് കിട്ടുന്നു. ദെൻ F1 ജനറേഷനെ സെൽഫ് ചെയ്യുമ്പോൾ F2 ജനറേഷനിൽ 3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടുന്നു. 3 ടോൾ ഈസ് ടു 1 ഡ്വാർഫ്. ഇത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇത് ക്ലാസിക്കൽ ആയിട്ടുള്ള മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി വരാൻ പോകുന്ന, അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, പ്ലിയോട്ടോപ്രിസം, ഇതുപോലുള്ള ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് ആണ് നമ്മൾ ഈ സെഷനിൽ അലീലിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്ന ഹെഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഇവിടെ ഒരു ജീനിൻ്റെ അല്ലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എന്തില്ല, അതിനകത്തുള്ള ഒരു അല്ലീൽ മറ്റേ അല്ലീലിനേക്കാളും ഡോമിനൻ്റ് അല്ല. അതായത് കംപ്ലീറ്റ് ഡോമിനൻസ് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇസ് എ ഫോം ഓഫ് ഇന്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതിവിടെ ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതാണ് ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ റെഡും വൈറ്റും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐദർ റെഡ് ഓർ വൈറ്റ്, അതാണ് കംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നത്. ഒരിക്കലും റെഡും വൈറ്റും കൂടെ ചേർന്ന് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കംപ്ലീറ്റ് ഡോമിനൻസ് വഴി മെൻഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ് ഉണ്ടാവും. ഇത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ അല്ലീൽ ഫോർ എ സ്പെസിഫിക് ട്രെയ്റ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദ അതർ അല്ലീൽ. അതായത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന, ഇപ്പോൾ ഫ്ലവർ കളർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അല്ലീൽ നോർമലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡോമിനൻ്റ് ആയിരിക്കും, മറ്റേത് റെസസീവ് ആയിരിക്കും. അപ്പോൾ റെസസീവിൻ്റെ എക്സ്പ്രഷൻ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ മാത്രമേ വരത്തുള്ളൂ. ഡോമിനൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനൻറ്റും ഹെറ്ററോസൈഗസ് കണ്ടീഷനിലും വരും. അപ്പോൾ ആ ഡോമിനൻ്റ് അല്ലീൽ റെസസീവ് അല്ലീലിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു എക്സ്പ്രഷൻ പാറ്റേൺ ആണ് കാണിക്കുന്നത്. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ അങ്ങനെയല്ല. അവിടെ ഈ ഡോമിനൻ്റ് അല്ലീൽ എന്ന് പറയുന്ന അല്ലീലിന് കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല. This results in a third phenotype in which the expressed physical trait is a combination of the dominant and recessive phenotype. അപ്പം റെഡും വൈറ്റും കൂടെ ചേർന്ന്, അത് രണ്ടും അതിനകത്ത് ഒരു ട്രെയ്റ്റും കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് അല്ലാത്തത് കൊണ്ട് ഒരു ഇൻ്റർമീഡിയറ്റ് കളർ വരുന്നു, പിങ്ക് എന്ന് പറയുന്ന കളറ് വരുന്നു. ഇപ്പോൾ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രോസ് ആണ് മിറാബിലസ് ജാലിപ്പയുടെ ക്രോസ്. അപ്പോൾ ഈ മിറാബിലസ് ജാലിപ്പ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പ്ലാന്റിന് രണ്ട് ഫ്ലവർ കളർ വെറൈറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, റെഡ് ഫ്ലവർ കളർ. ആ റെഡ് ഫ്ലവർ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന അല്ലീലാണ്. ഇനി വൈറ്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫ്ലവർ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് സ്മോൾ ആർ എന്ന് പറയുന്ന അല്ലീലാണ്. ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റെഡ് എന്ന് പറയുന്നത് വൈറ്റിനേക്കാളും ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഒരു സിമിലർ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് നടത്തി, അതായത് പ്യുവർ ലൈൻ ആയിട്ടുള്ള ഹോമോസൈഗസ് റെഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ, അതിനെ ഹോമോസൈഗസ് വൈറ്റുമായിട്ട് ക്രോസ് ചെയ്യിച്ചു, സ്മോൾ ആർ. അപ്പോൾ ആ ക്രോസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ക്രോസ് ചെയ്തപ്പോഴേക്കിന് F1 ജനറേഷനിൽ കിട്ടിയത് റെഡും അല്ല വൈറ്റും അല്ല, ഇതിന് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആ പിങ്ക് ഫ്ലവർ ഉള്ള ആ പ്ലാന്റിൻ്റെ ജീനോ ടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, റെഡ് ഇൻഡിവിജ്വലിൻ്റെ ക്യാപിറ്റൽ ആറും വൈറ്റ് ഇൻഡിവിജ്വലിൻ്റെ സ്മോൾ ആറൂടെ കമ്പൈൻ ചെയ്ത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ പിങ്ക് ഫ്ലവറിൽ വന്നിരിക്കുകയാണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ.
ഇതൊരു ഇൻ്റർമീഡിയറ്റ് ഇൻഹെറിറ്റൻസ് ആണ്. അതായത് രണ്ട് എക്സ്ട്രീമുകളുടെ ഇടയ്ക്കാണ്, റെഡിൻ്റെയും വൈറ്റിൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് ഈ പിങ്ക് എന്ന് പറയുന്ന കളറിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി F1 ജനറേഷനിൽ ഉണ്ടായ പിങ്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ്സിനെ സെൽഫ് ചെയ്യിച്ചു. സെൽഫ് ചെയ്യിച്ച് F2 ജനറേഷൻ റേസ് ചെയ്തു. അപ്പോൾ അവിടെ ഗ്യാമേറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അങ്ങനെയാണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുന്നറ്റ് സ്ക്വയർ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആർ റെഡ് വെറൈറ്റി, ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക് വെറൈറ്റി, ദെൻ again capital R small r pink variety, then small r white. അപ്പോൾ ഇവിടെ കിട്ടിയ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. 1 red is to 2 pink is to 1 white. That is a clear cut deviation from the Mendelian monohybrid ratio 3:1. അപ്പോൾ മെൻഡൽ പറയുന്ന രീതിയിലാണെങ്കിൽ ഇവിടെ 3:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്ന റേഷ്യോ ഏതാണ്? 1:2:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ദാറ്റ് മീൻസ് it is an extension of Mendelian principle. In the case of flower color inheritance of Mirabilis jalapa, we cannot apply Mendel's law of dominance as such. അല്ലെങ്കിൽ ആ ഫ്ലവർ കളർ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് മെൻഡേലിയൻ ലോ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ അല്ല. ഇതുകൊണ്ടാണ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ വിസം സാറ്റൈവത്തിൻ്റെ ഹൈറ്റിൻ്റെ കേസിലാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതാണ് പറയുന്നത്. ഇനി അടുത്ത അല്ലീലിക് ഇൻട്രാക്ഷൻ ആണ് കോഡോമിനൻസ്. കോഡോമിനൻസ് ആ പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് എ സിംഗിൾ ജീൻ ഹാസ് മോർ ദാൻ വൺ ഡോമിനൻ്റ് അല്ലീൽ. ഒരു ജീനിന് തന്നെ ഒന്നിൽ കൂടുതൽ ഡോമിനൻ്റ് അല്ലീൽ വരുന്ന കണ്ടീഷനാണ് കോഡോമിനൻസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ഈ പർട്ടിക്കുലർ ജീനിൻ്റെ 2 അല്ലീൽസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ 2 അല്ലീലും ഡോമിനൻ്റ് അല്ലീലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ 2 ഡോമിനൻ്റ് അല്ലീലിൻ്റെയും എക്സ്പ്രഷൻ ഉണ്ടാകും, കോഡോമിനൻസ് ഉണ്ടാകും. Codominance is a phenomenon in which a single gene has more than one dominant allele. An individual who is heterozygous for 2 codominant alleles will express the phenotypes associated with both alleles. അപ്പോൾ 2 കോഡോമിനൻ്റ് അല്ലീൽസും ഉള്ള കണ്ടീഷൻ, അതായത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരികയാണെങ്കിൽ ആ 2 അല്ലീൽസിൻ്റെയും എക്സ്പ്രഷൻ ഒരേപോലെ ഉണ്ടാകും. ആ ഫിനോടൈപ്സ് ഒരേപോലെ ഈക്വലി സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ആകും. ഇതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. കോഡോമിനൻസ് എന്ന് പറയുന്ന ഫിനോമിനന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻ ഹ്യൂമൻസ്. അപ്പോൾ മനുഷ്യർക്ക് 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, A, B, AB ആൻഡ് O. ഏത് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബ്ലഡിനകത്തുള്ള ആൻറ്റിജൻസ് ആണ്. ആൻറ്റിജൻ A ഉള്ള ബ്ലഡാണ് A ഗ്രൂപ്പിലുള്ള ബ്ലഡ്, B ഉള്ള ബ്ലഡാണ് B ഗ്രൂപ്പിലുള്ള ബ്ലഡ്. 2 ആൻറ്റിജൻസും ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും ഉള്ള ബ്ലഡാണ് AB ഗ്രൂപ്പ്. ഇനി 2 ആൻറ്റിജൻസും ഇല്ലാത്ത അവസ്ഥയാണ് O ഗ്രൂപ്പ് അല്ലെങ്കിൽ 0 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിജൻസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ജീനാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് specific antigens is controlled by a particular gene called I gene. ഈ I gene 3 alleles ആണ് ഉള്ളത്. IA which is responsible for the production of antigen A, then IB which is responsible for the production of antigen B. Then small I എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ അല്ലീലിന് ആൻറ്റിജൻസിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. No antigen can be produced by the small I allele. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഹ്യൂമൻസിന് ഈ 3 അല്ലീൽസിൽ 2 എന്നുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത്. ചിലപ്പം 2ഉം ഒന്ന് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള 2 അല്ലീൽസിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കാം. അപ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ IA എന്ന് പറയുന്ന അല്ലീലും IB അല്ലീലും
co-dominant ആണ്. The alleles IA and IB are co-dominant. They are dominant over the small I. അതായത് സ്മോൾ ഐ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെസസീവ് ആണ്. IA, IB രണ്ടും ഈക്വലി ഡോമിനൻ്റ് ആണ്, അല്ലെങ്കിൽ കോ ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ബ്ലഡ് ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ടൈപ്പാണ് വരുന്നത്: A B ആൻഡ് O. അപ്പോൾ അതിനകത്തുള്ള ആൻറ്റിജൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. എ ആൻറ്റിജൻ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത്, ബി ആൻറ്റിജൻ ബി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത്, എ ബിക്കകത്ത് 2 ആൻറ്റിജൻസും വരും. ദെൻ O ഗ്രൂപ്പിനകത്ത് ആൻറ്റിജൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിബിൾ ജീനോടൈപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ 2 അല്ലീൽസ് ആണ് വരുന്നത്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് മറ്റേണൽ സൈഡിൽ നിന്ന് ഒരു അല്ലീലും പറ്റേണൽ സൈഡിൽ നിന്ന് ഒരു അല്ലീലുമാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന 2 അല്ലീൽസും IA ആണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ആയിരിക്കും, എ ആൻറ്റിജൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു സൈഡിൽ നിന്ന്, മറ്റേണൽ ഓർ പറ്റേണൽ സൈഡിൽ നിന്ന് IA എന്ന് പറയുന്ന അല്ലീലും മറ്റേ പേരൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സ്മോൾ ഐ എന്ന് പറയുന്ന അല്ലീൽ ആണ് കിട്ടുന്നതെങ്കിൽ അയാളുടെ ജീനോടൈപ്പ് IA സ്മോൾ ഐ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ വരും. അതും എന്താണ്? എ ഗ്രൂപ്പാണ്. അതായത് IA ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ ഐ. അപ്പോൾ എയുടെ ആൻറ്റിജൻ മാത്രമാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എയുടെ എക്സ്പ്രഷൻ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ എ ഗ്രൂപ്പിന് 2 പോസിബിൾ ജീനോടൈപ്സ് ഉണ്ട്: IA ദെൻ IA സ്മോൾ ഐ. ദെൻ ബി ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ബി ഗ്രൂപ്പിനകത്ത് 2 ജീനോടൈപ്സ് പോസിബിൾ ആണ്: IB. അതായത് 2 സൈഡിൽ നിന്നും IB ആണ് കിട്ടുന്നതെങ്കിൽ, മറ്റേണൽ സൈഡിൽ നിന്നും പറ്റേണൽ സൈഡിൽ നിന്നും IB അലീൽസ് കിട്ടുകയാണെങ്കിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള IB കണ്ടീഷൻ വരും. ദെൻ IB സ്മോൾ ഐ, റെസസീവ് ആയിട്ടുള്ള സ്മോൾ ഐ ആയിട്ട് ഉള്ള കോമ്പിനേഷൻ. അപ്പോഴും IBയുടെ എക്സ്പ്രഷനാണ് നടക്കുന്നത്, ആൻറ്റിജൻ ബി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് O ഗ്രൂപ്പ് നോക്കാം. ABയെ ഞാനിവിടെ ഒഴിവാക്കുകയാണ്, അതിനുള്ള കാരണം പറയാം. O ഗ്രൂപ്പിനകത്ത് ഒരു ആൻറ്റിജനും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ജീനോടൈപ്പ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ള കണ്ടീഷൻ. ദാറ്റ് ഈസ് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ. സ്മോൾ ഐ ആ കോമ്പിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ബ്ലഡിനകത്ത് ഒരു ആൻറ്റിജനും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇനി നമുക്ക് AB നോക്കാം. ABയിൽ പ്രത്യേകത എന്താണ്? അവിടെ 2 ആൻറ്റിജൻസും ഉണ്ട്. ആൻറ്റിജൻ എയും ഉണ്ട്, ആൻറ്റിജൻ ബിയും ഉണ്ട്. ആൻറ്റിജൻ എ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? IA വേണം. ആൻറ്റിജൻ ബി ഉണ്ടാക്കണമെങ്കിൽ IB വേണം. അപ്പോൾ 2 പേരൻസിൽ നിന്നും ഒരാളിൽ നിന്ന് എയും മറ്റൊരാളിൽ നിന്ന് ബിയും കിട്ടുമ്പോഴാണ്, IA ഒരാളിൽ നിന്നും IB വേറൊരാളിൽ നിന്നും കിട്ടുമ്പോഴാണ് AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്. ഇത് രണ്ടും വരുമ്പോൾ 2 ആൻറ്റിജൻസ് ഉണ്ടാകാനുള്ള കാരണം IA ഈസ് കോഡോമിനൻറ്റ് ടു IB. രണ്ടും എന്താണ്? ദേ ആർ ഈക്വലി സ്ട്രോങ്. ബോത്ത് ആർ ഈക്വലി സ്ട്രോങ്. ടുഗദർ ദേ വിൽ എക്സ്പ്രസ് ദെയർ കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സ്. അതായത് ഒരാളെ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്രസീവ്നെസ് മറ്റേ ആൾ കാണിക്കത്തില്ല. രണ്ടുപേരും ഈക്വലി സ്ട്രോങ് ആണ്. അപ്പോൾ ഇതൊരു കോഡോമിനൻസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇത് മെൻ്റൽ പറയുന്ന ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേണേ അല്ല. മെൻ്റൽ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരു ജീനിന് ഒരു ഡോമിനൻ്റ് അല്ലീൽ മാത്രമേ വരത്തുള്ളൂ. ഇവിടെ ഒന്നിൽ കൂടുതൽ ഡോമിനൻ്റ് അല്ലീൽ വന്നിരിക്കുകയാണ്. അപ്പോൾ മെൻഡേലിയൻ റേഷ്യോസിൽ നിന്ന് വ്യത്യാസം ഈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഹ്യൂമൻസ് കാണിക്കും. അപ്പോൾ ഇതൊരു നോൺ മെൻഡേലിയൻ ട്രെയ്റ്റ് ആണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പ്ലിയോട്രോപ്പിസം. അല്ലീലിക് ഇൻട്രാക്ഷനിൽ കൺസിഡർ ചെയ്യുന്ന വേറൊരു ജനറ്റിക് മെക്കാനിസമാണ് പ്ലിയോട്രോപ്പിസം. ഈ പ്ലിയോട്രോപ്പിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്ര നേരം നമ്മൾ പറഞ്ഞിരുന്നത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജീനിൻ്റെ തന്നെ പല അല്ലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു. ഒരു ജീനിൻ്റെ തന്നെ പല അല്ലീൽസ് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു. അങ്ങനെയാണ് നമ്മളുടെ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കംപ്ലീറ്റ് ഡോമിനൻസും പിന്നെ കോഡോമിനൻസും ഒക്കെ പോകുന്നത്. പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്.
എ ജീൻ ക്യാൻ ഇൻഫ്ലുവൻസ് മെനി ഫിനോടൈപ്സ്. ഒരു ജീനിന് തന്നെ പല ഫിനോടൈപ്സിനെ, പല ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുന്ന അവസ്ഥ. വെൻ എ ജീൻ അഫക്ട്സ് മോർ ദാൻ വൺ ഫിനോടൈപ്പ് ഇറ്റ് ഈസ് സെഡ് ടു ബി പ്ലിയോട്രോപിക്. അങ്ങനെയുള്ള ജീൻസിന് പറയുന്ന പേരാണ് പ്ലിയോട്രോപിക് ജീൻസ്. ഇപ്പോൾ ഇവിടെ പ്ലിയോട്രോപിക് ജീനിൻ്റെ എഫക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന സിംഗിൾ ജീന് 3 ട്രേറ്റ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ട്രേറ്റ്സിനെയാണ്, അല്ലെങ്കിൽ ഈ ജീനിന് തന്നെ മൾട്ടിപ്പിൾ എഫക്ട്സ് ആണ് ഉള്ളത്. ട്രേറ്റ് എയെ കൺട്രോൾ ചെയ്യും, ട്രേറ്റ് ബിയെ കൺട്രോൾ ചെയ്യും, ട്രേറ്റ് സിയെ കൺട്രോൾ ചെയ്യും. ഇതാണ് പ്ലിയോട്രോപിസം. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഫീനൈൽ കീറ്റോൺ യൂറിയ PKU എന്ന് പറയുന്ന ഇൻബോൺ എറർ ഓഫ് മെറ്റാബോളിസം, ഒരു മെറ്റാബോളിക് ഡിസോർഡർ ആണ്. അതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ മെറ്റാബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു എററാണ് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത്. ഫീനൈൽ അലാനിൻ നമ്മുടെ ശരീരത്തിൽ ഫുഡിലൂടെ കിട്ടുമ്പോൾ ആ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ടൈറോസിൻ എന്ന് പറയുന്ന വേറൊരു അമിനോ ആസിഡായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഫീനൈൽ അലാനിൻ്റെ മെറ്റാബോളിസം. ഫീനൈൽ അലാനിൻ വിൽ ബി ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ടൈറോസിൻ ബൈ ദ ആക്ഷൻ ഓഫ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ഇത് നോർമലായിട്ട് നടക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഒന്നുമില്ല. നോർമലായിട്ടുള്ള ഫീനൈൽ അലാനിൻ മെറ്റാബോളിസമാണ്, ബോഡി നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യും. ഈ പർട്ടിക്കുലർ ഫീനൈൽ അലാനിൻ മെറ്റാബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നത് PAH ജീൻ എന്ന് പറയുന്ന ഒരു ജീനാണ്, ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ജീൻ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം ആ പർട്ടിക്കുലർ ജീനിൻ്റെ ഫംഗ്ഷൻ. PAH ജീൻ വിൽ പ്രൊഡ്യൂസ് ദ എൻസൈം ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഫീനൈൽ അലാനിൻ ഇൻറ്റു ടൈറോസിൻ. ഈ പർട്ടിക്കുലർ ജീനിന് മ്യൂട്ടേഷൻ, റെസസീവ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഫീനൈൽ കീറ്റോൺ യൂറിയയിൽ ഉള്ളത്. അപ്പോൾ ഒരു ഇൻബോൺ എറർ ഓഫ് മെറ്റാബോളിസം ആണ്, ഒരു ജനറ്റിക് കണ്ടീഷനാണ് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത്. PAH ജീനിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നു, റെസസീവ് മ്യൂട്ടേഷൻസ് അക്കൂമുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിനെ PAH ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫീനൈൽ അലാനിൻ ശരീരത്തിൽ ലഭിക്കുന്നത് ഒരിക്കലും ടൈറോസിനായിട്ട് മാറത്തില്ല. എക്സസ് ആയിട്ടുള്ള ഫീനൈൽ അലാനിൻ പലതരത്തിലുള്ള വേറെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ടഡ് ആവും. അത് നെർവസ് സിസ്റ്റത്തിലൊക്കെ അക്യൂമുലേറ്റ് ചെയ്തിട്ട് മെയിനായിട്ടും ഉണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് മെൻ്റൽ ഇമ്പയർമെൻ്റ് ആണ്. അപ്പോൾ ഫീനൈൽ അലാനിൻ ആസച്ച് ടോക്സിക് ഒന്നുമല്ല, പക്ഷേ ഫീനൈൽ അലാനിൻ ബോഡിക്കുള്ളിൽ മെറ്റാബോളൈസ്ഡ് അല്ലാതെ, ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിൻ്റെ ആക്ഷൻ ഇല്ലാതെ അത് കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സസ് ആയി കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ബൈ പ്രോഡക്ട്സിനെ ഉണ്ടാക്കും. ആ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ടോക്സിക് ആണ്. അത് നെർവസ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്ത് മെൻ്റൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ PAH ജീനിൻ്റെ നോർമൽ ഫങ്ഷനിങ് കൊണ്ട് നടക്കുന്നത് നോർമൽ ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നോർമൽ മെൻ്റൽ കണ്ടീഷൻസ് ആണ്. പക്ഷേ PAH ജീനിന് മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ മെൻ്റൽ ഇമ്പയർമെൻറ്റ് സംഭവിക്കുന്നു. ഈ PAH ജീൻ തന്നെയാണ് മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ PAH ജീൻ്റെ കൺട്രോളിലുണ്ട്. ഒന്ന്, നെർവസ് സിസ്റ്റത്തെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഫീനൈൽ അലാനിൻ്റെ മെറ്റാബോളിസത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട്. ഇനി രണ്ടാമത്തേത്, വേറൊരു പാത്വേയിൽ ഈ PAH ജീന് മെലാനിൻ പിഗ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ സിന്തസിസ് PAH ജീന് മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ ഓൾട്ടേർഡ് ആവുന്നു. അപ്പോൾ ഫീനൈൽ കീറ്റോൺ യൂറിയ ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് നെർവസ് സിസ്റ്റത്തിൽ ഡിഫിക്കൽറ്റി, അബ്നോർമാലിറ്റി മാത്രമല്ല ഉണ്ടാകുന്നത്, അവരുടെ മെലാനിൻ്റെ കണ്ടൻറ്റും വളരെ കുറവായിരിക്കും. അതായത് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ലൈറ്റായിട്ടുള്ളൊരു കളറേഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഹെയർസിനൊക്കെ ഉള്ള ഈവൻ ഐലാഷസിനൊക്കെ വരെ നോർമലായിട്ടുള്ള ആ ബ്ലാക്ക് കളറേഷൻ അല്ലെങ്കിൽ ഡാർക്ക് കളറേഷൻ നഷ്ടപ്പെടും. ഇത് ഒരു പർട്ടിക്കുലർ ജീൻ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റൻസ് ആണ്. PAH ജീന് അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ സിന്തസിസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. PAH ജീനിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ മെൻ്റൽ ഇമ്പയർമെൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മെലാനിൻ സിന്തസിസിന് ഓൾട്ടറേഷൻ സംഭവിക്കും.
ഇനി രണ്ടാമത്തെ ഒരു പ്ലിയോട്രോപിക് ജീനിൻ്റെ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്ന അലീലിക് ഇൻട്രാക്ഷൻ്റെ എക്സാമ്പിളാണ് ഡ്രോസോഫില മെലനോഗാസറിലുള്ള, അതായത് കോമൺ ഫ്രൂട്ട് ഫ്ലൈയിലുള്ള ബ്രിസിൽ ജീൻ എന്ന് പറയുന്ന ജീന്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കിയെടുക്കാം. ബ്രിസിൽ ജീൻ്റെ ഫങ്ഷൻ നോർമലായിട്ട് ബ്രിസിൽസ്, അതിൻ്റെ ശരീരത്തിലുള്ള ആ രോമങ്ങൾ പോലെയുള്ള ബ്രിസിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ നോർമലായിട്ടുള്ള ആർക്കിടെക്ചർ, ഡെവലപ്മെൻറ്റ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ബ്രിസിൽ ജീൻ എന്ന് പറയുന്ന ജീന്. ഈ പർട്ടിക്കുലർ ജീന് ജസ്റ്റ് ബ്രിസിൽ ഡെവലപ്മെൻറ്റിനെ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്, ഹെൽത്തി എഗ്സ്, അതായത് ഈ പർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെയും റീപ്രൊഡക്ഷനെയും ഒക്കെ ഈ പർട്ടിക്കുലർ ജീന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രിസിൽ ജീനിന് ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി, മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രിസിൽ ഡെവലപ്മെൻറ്റും അഫക്റ്റഡ് ആവും, ഹെൽത്തി എഗ് ഫോർമേഷനും അഫക്റ്റഡ് ആവും. അപ്പോൾ ബ്രിസിൽ ജീൻ എന്ന് പറയുന്നത് പ്ലിയോട്രോപിക് ജീനാണ്. ഇറ്റ് കൺട്രോൾസ് ടു ആസ്പെക്ട്സ്, ടു traits, bristle development and healthy fertile eggs. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ അലീലിക് ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതിനകത്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, ദെൻ പ്ലിയോട്രോപ്പിസം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ അലീലിക് ഇൻട്രാക്ഷൻസ് ആയിട്ടുള്ള പല മെക്കാനിസംസുമാണ്.